ഫ്ലാറ്റിലായിരുന്നു. അതിനിപ്പോ എന്താ? ഒരു ഫ്ലാറ്റിലായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നോ? 2 ദിവസം. 4-5 ദിവസം പഠിക്കുന്നത്. നിന്റെ സ്കൂൾ അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന നിന്റെ സഹപ്രവർത്തകർ. എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസം ഞാൻ വിചാരിക്കും ഇത്ര റൂഡായിട്ട് സംസാരിക്കണ്ട, കുറച്ച് ലാംഗ്വേജ് കീപ്പ് ചെയ്യാം, കുറച്ചുകൂടിയൊക്കെ മാന്യതയായിട്ട് സംസാരിച്ച് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ ഓരോ ദിവസം കൺമുന്നിൽ വന്ന് വീഴുന്ന വിഷയങ്ങൾ കാണുമ്പോൾ ചിലതിനെയൊക്കെ 10 പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ 10 പറയുന്നത്. എന്നോട് എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ചിലപ്പോൾ ഒരുത്തിരി തള്ളയ്ക്കും ഞാൻ വിളിച്ചെന്നിരിക്കും. കാരണം വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കത്തില്ല, ചിലപ്പോൾ വിളിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കും. ആ ഒരു സെറ്റപ്പിലായിരിക്കും. എനിക്ക് അത്രയ്ക്ക് പൊട്ടി. ഈ നെക്സോവീൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു പയ്യനാണ്, യൂട്യൂബ് ചാനലുണ്ട്, അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പയ്യനാണ്. ഓക്കെ, അവനെ വിമർശിച്ചോ? ഈ സജിനെ അടുത്താണ് എനിക്ക് പറയാനുള്ള. നീ എന്തിനാണ് അവന്റെ അമ്മയെ പറഞ്ഞത്? നിനക്കൊരു പെറ്റ തള്ളയില്ലേ? അവരെ വന്നിട്ട് ആരെങ്കിലും തെറി പറയുകയോ എന്തെങ്കിലും മോശം പറയുകയോ ചെയ്താൽ നിനക്ക് പൊള്ളുമോ? നിനക്ക് പൊള്ളോടി ഊളെ മാര ഊളെ, നിനക്ക് പൊള്ളോടി? നിന്റെ തള്ള ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പൊള്ളുമോ? ഒരു പയ്യന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടാണ് ഈ പന്ന പൂക്കാവടി മോളിരിക്കുന്നത്. ഇവളുടെ വിചാരം ഇവൾ എന്തോ വലിയ സംഭവമാണെന്ന്. അതല്ല, അതിന് മുന്നേ അവളോട്ട് പോവാ. അതിന് മുന്നേ നിന്റെ ഉയരക്കൻ രേണുവിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കാണാം. അയ്യോ, റൂം എടുക്കാൻ തിടുക്കം കാണിക്കുന്ന നിന്റെ ഫ്ലാറ്റിലായിരുന്നു. അതിനിപ്പോ എന്താ? ഒരു ഫ്ലാറ്റിലായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നോ? 2 ദിവസം. 4-5 ദിവസം ഉണ്ടായിരുന്നില്ലേ? 4-5 ദിവസം ഫ്ലാറ്റിലായിരുന്നു. എത്ര ദിവസം? 2 ദിവസം ഇല്ല, 4-5 ദിവസം. എന്തിനാടി നീ ഇങ്ങനെ നടന്നു? നീ യാവന്റെ കൂടെ എന്ത് തേങ്ങ ചെയ്യും? എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത്? വല്ല സൈറ്റിലും പോയി വീഡിയോ ഇടും. അല്ലാണ്ട് ഇവിടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കാതെ, നാറാണത്താക്കാതെ. ഇതിനെ നിരോധിക്കാൻ ആരും ഇല്ലേടേ. കഷ്ടം. എന്തൊക്കെ പേക്കൂത്തുകൾ പോക്കൃത്തനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. ഇതുപോലത്തേനൊക്കെ നാട് കിടത്തണം സത്യം പറഞ്ഞ കോപ്പ്. അന്ന് പോയിട്ട് വന്നില്ലേ? ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ അവിടെ വന്നു ചേച്ചി ഹോട്ടലിൽ എടുത്താണ് നിൽക്കല് വളരെ കുറവായിരുന്നു. അപ്പൊ സേഫ് ഞങ്ങളുടെ അടുത്ത് വേറെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് സേഫ്. അങ്ങനെ നോക്കി വരുന്നതാണ്. നീ ഏത് അടുപ്പിൻ്റെ അകത്താ പോയി? ഏത് ഫ്ലാറ്റിലാ? ഏത് അടുപ്പിൻ്റെ അകത്താ? ഏത് ഗൂവാമിലോ പോടെ? അത് നമ്മുടെ വിഷയമല്ല. ഇനി അത് പോട്ടെ. അത് ഞാൻ വെറുതെ കണ്ടത് കൊണ്ട് എടുത്തിട്ടിരുന്നു. എനിക്ക് ഒരാൾ അയച്ചു തന്നെയാണ്. ഞാൻ അപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അവള് ഫ്ലാറ്റിലാ ഏത് അടിയിലോ പോട്ടെ, എനിക്കതൊന്നും നോക്കാൻ വയ്യ. പോട്ട് പുല്ല് എന്തെങ്കിലും ചെയ്ത് തൊലകെട്ട്. ഇനി സജിന, എവളുടെ വീഡിയോ ഞാൻ കൊടുക്കാം. ഇവളുടെ കൊണയടി ഇന്ന് എനിക്ക് കേട്ട് എനിക്കാണെങ്കിൽ ചൊറിഞ്ഞ് കയറി വന്ന് ഉള്ള കാര്യം പറയാമല്ലോ. കൈ കിട്ടുന്നുണ്ട് പൊട്ടിക്കാൻ തോന്നി. കാരണം ഒരു പാവം ചേർക്കുന്ന അമ്മയ്ക്കൊന്ന് വിളിക്കുന്നത്. അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാടി? നീ നിനക്ക് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് നിന്റെ ഈ വൃത്തിയുടെ സംസാരം തരാം. നിനക്ക് തരാം, ഇപ്പൊ തന്നെ തരാം, എല്ലാം തികച്ചു തരാം. ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ അനിൽ ചന്ദ് ഓച്ചറാണ്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അനിലെന്ന് പറയുന്നവൻ എനിക്കെതിരെ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അവന് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവന്റെ വീഡിയോ എന്തോ ഒന്നും കൂടി അവൻ എനിക്ക് റിപ്ലൈ തന്നു. ഞാൻ കണ്ടില്ല. എനിക്ക് കുറച്ചുപേരൊക്കെ അയച്ചു തന്നു. ഞാൻ കാണാനൊന്നും നിന്നില്ല. എനിക്ക് ഇവനെ ഇത്തിട്ട കേസുകളെന്ന് എടുത്തിട്ട് വീണ്ടും എടുത്തിട്ട് അടിക്കാൻ. കാരണം എനിക്ക് തരമല്ല. അവന്റെ കണ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് പോകാൻ പൊടയെന്ന് പറയാൻ തോന്നും. സത്യമുള്ള കാര്യം പറയല്ല. എന്തായാലും സജിന നീ പറ. അത് വേറൊന്നുമല്ല കേട്ടാ. ഒരുപാട് പേര് എന്റെ വാട്സപ്പിലായാലും പിന്നെ മെസ്സഞ്ചറിലായാലും ലിങ്ക് ഉൾപ്പെടെ ഒരു ചെറുക്കന്റെ വീഡിയോസ് എനിക്ക് ഇപ്പോഴല്ല ഒത്തിരി നാൾ മുന്നേ ഇട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട്. സജിന, ഈ ചെറുക്കനെതിരെ ഒന്ന് പ്രതികരിച്ചൂടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, എന്റെ പൊന്നെ ഇതിലേക്ക് എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനാ? എനിക്ക് കാണണം. അവരെ കാട്ടി പ്രായം പറഞ്ഞ ഈ ചെറുക്കനൊക്കെ എന്ത് റിപ്ലൈ കൊടുക്കാനാ? ഓ, എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനാ? പിന്നെ നീ ആർക്കാടി റിപ്ലൈ എടുക്കുന്നത്? രേണുവിന്റെ മൂടും താങ്ങി നടന്നാ നീ റിപ്ലൈ എടുക്കുന്നത്? ഇതാണോ നിന്റെ പെരിയ റിപ്ലൈ? ഉളുപ്പില്ലാത്തവളെ. നീ എനിക്കെതിരെ ഇപ്പൊ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. നീ എന്ത് തേങ്ങ ചെയ്താലും എനിക്കൊരു കോപ്പമില്ല. നീ ഇപ്പൊ കേസ് കൊടുത്താലും നിന്നിപ്പോ എന്നാ ജീരകത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല കേട്ടാ. നിന്നെ 10 പറഞ്ഞില്ലെങ്കിൽ ഒരു പയ്യന്റെ തള്ളക്ക് വന്നിരുന്ന് വിളിക്കുമ്പോ നിന്നെ 10 പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ വളർത്തരായിട്ടുള്ള ഒരു തമ്പനയിലൊക്കെ വെച്ചൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിന് താഴെ കമന്റ് ഇട്ടു. നിന്റെ തമ്പനയിൽ എന്തുവാടി? നീ എന്നാ തമ്പനയിലാടി ഉണ്ടാക്കുന്നേ? നീ എന്നാ തമ്പനയിൽ അങ്ങ് ഉണ്ടാക്കി വെക്കുന്നേ? പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവളങ്ങ് പെർഫെക്റ്റ് പോലെ ആ രേണുവിന്റെ മൂടും താങ്ങി നടന്ന് അവളുടെ പിടിച്ചോണ്ട് നടന്നിട്ട് ഇപ്പൊ നീ വലിയ നല്ലവളാടി നീയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നീയൊക്കെ തമ്മിലടിക്കുന്നു എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നീയൊക്കെ വലിയ പുണ്യാളത്തികളായിക്കൊണ്ട് നീയൊക്കെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്ത് വീണ്ടും നാട്ടുകാരുടെ ഇടയിലോട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് പറയുന്നു, ഓ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയാലും ഞാൻ തെറ്റെന്ന് പറയും. ഗീരവത്തന്നെ തേങ്ങയാണ് പോലെയാണ് എനിക്ക് പൊടി.
കുറെ തള്ളും തള്ളിക്കൊണ്ട് അങ്ങ് വന്നിരിക്കും. നീ ആര്? അയ്യേ, നിനക്കെന്താ മതി, നീ പോയിരുന്ന് പഠിക്കും. ആ ഒരു വാക്ക് അവന് ഈ ലോകത്തെ ഏറ്റവും വലിയ ചെറിയ. ഓ, അവന്റെ അടുത്ത് പോയിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. നീയൊക്കെ സ്കൂളിന്റെ വരാൻ കണ്ടിട്ടുണ്ടാ? നിനക്ക് വിദ്യാഭ്യാസം വിവരം ഉണ്ടായിരുന്നെ നീ ഇവിടെയൊക്കെ മൂട് താങ്ങി നടക്കത്തില്ലായിരുന്നു. പിന്നെ നീ ആ പയ്യനെ കുറ്റം പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നീ പറ, വാ. മനസ്സിലായ? ആ വാക്ക് അവന്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറിയാണ്. മോനെ പോയിരുന്നു പഠിക്കൂ എന്ന് പറയുന്നത്. നീ അവന്റെ അടുത്ത് പഠിക്കാനിരുന്ന് പറയുന്നുണ്ടല്ലോ. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നീ ഇനിയിപ്പോ അവനെ പഠിപ്പിക്കണ്ട. പിന്നെ നിന്റെ കാര്യം നീ ആദ്യം നോക്കാൻ പാടി. അല്ലാണ്ട് മറ്റുള്ള മൂടും താങ്ങി നടന്ന് അവളെ പിന്നാലെ കൂടി നടന്ന് തൂങ്ങി നടന്ന് നെഗറ്റീവായാലും റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ പോലുള്ള ഊളകളർത്ത് എനിക്കൊന്നും പറയാനില്ല. അവൻ ജെന്യൂനായിട്ടാണ് കണ്ടന്റ് ചെയ്യുന്നത്. ഞാൻ അവന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വീഡിയോസിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ട്. ഒരു പയ്യൻ എന്ന നിലയിൽ, അത് സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്, ഒരു പയ്യന്റെ ഒരു മൈൻഡ് സെറ്റിൽ അവൻ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളും അവൻ അത് ഔട്ട് കൊണ്ടുവരുന്നതും അവന്റെ സംസാര രീതിയും എല്ലാം സൂപ്പറാണ്. അവൻ കുറച്ചുകൂടി ആകുമ്പോൾ സെറ്റ് പയ്യനാവും. ഉള്ള കാര്യം പറയാം, സെറ്റ് പയ്യനാവും. പക്ഷെ നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് തുരുമ്പിച്ച് പോകത്തേ ഉള്ളൂ. അല്ലാണ്ട് നീക്ക് ഒരിടം എത്താനും പോകുന്നില്ല. ഇങ്ങനെ ഇരുന്ന് തുരുമ്പിച്ച് ചെതലെടുത്ത് തീരും. അല്ലാണ്ട് നിനക്കൊന്നും ഒരു തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല. നീ ആ പയ്യനെ പറഞ്ഞത് ഓക്കെ, അവനെ വിമർശിച്ചോ. പക്ഷെ അവന്റെ അമ്മയ്ക്ക് പറഞ്ഞ എന്തിനാണ്? നിനക്കും ഇല്ലേടി ഒരു തള്ള? അതിനെ പറ്റിയിട്ട് നിനക്ക് ചിന്തയുണ്ട്? ആ ചിന്ത ഉണ്ടായിരുന്നെ നീ ഇത് പറയത്തില്ലായിരുന്നു. തന്തയില്ലായ്മയാണ് നീ വിളിച്ച് പറയുന്നത്, തന്തയില്ലായ്മ. അത്ര അതിൽ കുറഞ്ഞ് എനിക്ക് നിന്നെ ഒന്നും പറയാനില്ല. പിന്നെ നീയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീയൊക്കെ എന്തോ വലിയ പെർഫെക്റ്റ് പോലെയാണ്. മറ്റുള്ള മൂടും താങ്ങി നടന്ന് നെഗറ്റീവ് അല്ലെ നാട്ടുകാരെ തള്ളയ്ക്കുള്ളിൽ കിട്ടിയാലും റീച്ച് ഉണ്ടാക്കാൻ നടന്ന നീയൊക്കെയാണ് വലിയ ഊളത്തരം പറയുന്നത്. അവനെന്തായാലും അങ്ങനെയല്ല, ജെന്യൂനായിട്ട് അടിപൊളിയായിട്ടാണ് അവൻ കണ്ടന്റ് ചെയ്യുന്നത്. അവൻ ട്രോളുന്നതായാലും അവന്റെ ആ റോസ്റ്റിംഗ് ആയാലും കാണാനൊരു രസമുണ്ട്. അവന്റെ ആ ഒരു ആ ഒരു ഫ്ലോ, സംസാരിക്കുന്ന രീതി, ഈ സ്റ്റോപ്പില്ലാണ്ട് അവൻ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രായത്തിൽ അവൻ ഇത്ര ഇതാണെങ്കിൽ വളർന്നു വരുമ്പോൾ മാരകമാവും. എന്നാൽ നീയൊക്കെ തുരുമ്പെടുത്ത് ചെതലരിച്ച് തീരും കേട്ടാ. അവൻ ആ ഒരു കമന്റ് എടുത്തു വെച്ച് മാത്രം എനിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ചീള് കേസ്, ഇതിനൊക്കെ എന്താ റിയാക്ഷൻ വീഡിയോ കൊടുക്കാനാ? വിട്ട് ഇതിനൊക്കെ എന്ത് റിയാക്ഷൻ കൊടുക്കാൻ? നിന്നെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതേ വലിയ കാര്യം അങ്ങോട്ട് വിചാരിച്ചു. നീ എന്നാ തേങ്ങ? നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രേണുവിന്റെ വീഡിയോ അല്ലാതെ നിനക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാൻ അറിയത്തില്ലെന്ന്. അത്രയും കേവലം കഴിവില്ലാത്തവളാണ് നീ. നീയാണ് ആ പയ്യനെ കളിയാക്കുന്നത്. അവൻ രേണുവിനെ മാത്രം മൂടുതായിക്കൊണ്ട് നടക്കുന്നില്ല. അവൻ വേറെ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടാ. അല്ല, നീയൊക്കെ രേണു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്ന് പറഞ്ഞ് എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരുന്ന് മൂടും താങ്ങിയിരിക്കുന്നത് പോലെ അല്ല ആ പയ്യൻ. അവന് നല്ല ടാലന്റ് ഉണ്ട്. അവൻ പഠിക്കുന്നതിനോടൊപ്പം ഇതും കൂടി അവൻ സെറ്റ് ചെയ്ത് ഒരു ഇത് സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇൻകമാണ്. അതുപോലെ തന്നെ അവൻ ഭാവിയിൽ അടിപൊളി അവൻ സെറ്റ് ആവുന്നതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ നീയൊക്കെ നാറാണത്തായി തൊലിക്കട്ടിയില്ലാതെ ഈ ഉളുപ്പില്ലാത്തവളെ സപ്പോർട്ട് ചെയ്ത് അവളെ മൂട് താങ്ങിയാണെങ്കിൽ തുരുമ്പിച്ചിരിക്കത്തേ ഉള്ളൂ. ഉള്ളത് ഞാൻ ഇപ്പോഴേ എഴുതി വെച്ചു തരാം, വായിച്ചു വെച്ചു, നിനക്ക് ആവശ്യം വരും. നീ അങ്ങ് വിട്ടില്ല പിന്നെ അങ്ങ് മലത്ത് കളയിച്ച് പാടി. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്യമായ രീതിയിൽ, നല്ല രീതിയിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം തന്തയും തള്ളയും ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ട് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ ആ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ നിർത്ത്. അതായത് ഈ കിഴങ്ങ് ഒരു വേട്ടവാളിയുണ്ട്, അവന്റെ വീഡിയോക്ക് ഈ പയ്യന്റെ വീഡിയോ എടുത്ത് അവൻ റിയാക്ട് ചെയ്ത് ഈ പയ്യൻ നല്ലോണം ഊക്കിയാണ് വിട്ട് അമ്മാവെന്ന് വിളിച്ച ഊക്കി വിട്ട് അമ്മാവെന്ന് അവനെ ഇവൻ വിളിച്ചോണ്ട് ഇവക്കെന്തിനു പൊള്ളുന്നു? നിന്റെ ആരത്? അപ്പൊ ചോദിക്കും ആ പയ്യനെ പറഞ്ഞതിന് എനിക്കെന്താ പൊള്ളെന്ന്. എന്റെ അനിയൻ വല്ല ചെയ്യാണ്ട എനക്ക്? നിന്റെ ആര് മറ്റവൻ? അവനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളാൻ? സജിനെ നീ കൂടുതൽ തിളക്കല്ലേ? നിന്റെ തിളപ്പ് എന്താണെന്ന് എനിക്കറിയാം. നീ കൂടുതൽ തിളക്കണ്ട. ഈ രേണുവിനെ മൂട് താങ്ങി നടക്കുന്ന റീച്ച് ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് ഏതൊരു മനുഷ്യ കുഞ്ഞിനും പട്ടിക്കുഞ്ഞിനും അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് താങ്ങല്ലേ. അവന്റെ കഴിവ് കൊണ്ട് സൂപ്പറായിട്ട് കയറി വരുന്നതാണ്. അല്ലാന്ന് വല്ലവളെയും വല്ലവനെയും മൂട് താങ്ങി എല്ലാം കയറി വരുന്നത്. നീയൊക്കെ രേണുവിനെ മൂട് താങ്ങി കയറി വന്ന ടീമുകളാണ്. വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് തിരിച്ചു റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അവൻ ഊക്കി വിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മറ്റവന്. അവൻ പിന്നെ അത് വാങ്ങി വെച്ച് വായിൽ വെള്ളം ഒഴിച്ചിരുന്നു. ഇതെല്ലാം ഒരു ടീമാണ്. ഈ സജിന, മറ്റവള്, അവളെ പേരെ മറന്നില്ല, മറ്റവള്, അവള്, ഈ അനിൽ എല്ലാം ഒരു ടീമാണ്. ഇതെല്ലാം കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് രേണുവിനെതിരെ സംസാരിക്കുന്നവർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുന്നത്. അതിലിപ്പോ രേണുവിനെതിരെ സംസാരിക്കുന്ന എല്ലാവർക്കും ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയപ്പോൾ ഇവള് വരെ മൂഞ്ചി. അതുകൊണ്ട് ഇപ്പൊ ആ പയ്യന്റെ നെഞ്ചത്തോട്ട് പോയി. അപ്പൊ അവനെ പറയുമ്പോൾ ആരും തിരിഞ്ഞു നോക്കൂലെന്ന് വിചാരിച്ച് കേട്ടാ. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ചരക്കല്ല ഇരിക്കുന്നത് കേട്ടാ. ഇത് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും അറിവോട്
കൂടി ആയിരിക്കും ഇവർ ഇടുന്നത്. അപ്പൊ അവരുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെറുക്കന്റെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓ, അതായത് ഈ ചെറുക്കന്റെ അച്ഛനെയും അമ്മയാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. ഈ ചെറുക്കന്റെ വർത്തമാനം കേട്ടിട്ട് ആ ചെറുക്കന്റെ അച്ഛനെയും അമ്മയാണ് ഇവളിവിടെ പറയുന്നത്. എടി, നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിന്റെ കെട്ടിയവന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ യാവനാണെന്ന് എനിക്കറിയത്തില്ല. നിന്നെയൊക്കെ ആഴ്ചങ്ങ് വിട്ടിരിക്കുകയാണ്, അറിഞ്ഞു തുള്ളി നടക്കുകയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. നീക്ക് എന്ത് പോകരുതെന്നാണ് കാണിക്കുന്നത്. നാട്ടുകാരെ തള്ളാക്കിയുള്ളി കിട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് നിന്നെയൊക്കെ എങ്ങനെ ഓട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറക്കി അഴിച്ച് വിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിന്റെ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നടക്കത്തുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അല്ലാതെ ആ പയ്യൻ ചെയ്യുന്ന വീഡിയോയിൽ ഒരു കുഴപ്പമില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവനെ വളർത്തിയ രീതി വെച്ചിട്ട് അവൻ നല്ലതുപോലെ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. എന്ത് പ്രായം കുറവുള്ള പയ്യന്മാർക്ക് റോസ്റ്റിംഗ് വീഡിയോ ചെയ്യാൻ പാടില്ല? നിനക്ക് മാത്രമേ ചെയ്യാവൂ. നീ ചെയ്യുന്ന റോസ്റ്റിംഗ് അല്ല, നീ മൂഡ് താങ്ങല ചെയ്യുന്നത്. അവർ റോസ്റ്റിംഗാണ് ചെയ്യുന്നത്, മനസ്സിലായി? റിയാക്ഷൻ വീഡിയോ, റോസ്റ്റിംഗ് വീഡിയോ എന്നൊക്കെ പറയാം. പക്ഷെ നീ ചെയ്യുന്നതാ മൂഡ് താങ്ങൽ വീഡിയോ. നിന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ അല്ല, മൂഡ് താങ്ങൽ വീഡിയോ. രേണുവിന്റെ മൂഡ് താങ്ങി നടക്കുന്ന വീഡിയോ. രേണുവിന് ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീ കുടയും പിടിച്ചോണ്ട് ഇറങ്ങും. രേണുവിന്റെ കണ്ടന്റ് അല്ലാതെ നീ നല്ലൊരു കണ്ടന്റ് ചെയ്ത് നിനക്ക് കാണിക്കാൻ അറിയാവോ? നിനക്ക് തേങ്ങ അറിയാം. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ കണ്ടന്റ് ചെയ്യാൻ അറിയത്തില്ലെന്ന്. നീയാണ് ഗുണയടിക്കുന്നത്. പോടെ ഉളുപ്പില്ലാത്തത്. ഒന്നാമത്തെ കാര്യം ഈ അനിൽചന്ദ് എന്ന് പറയുന്ന ചേട്ടാ അമ്മാവ ശരി അമ്മാവ, അയ്യോ അമ്മാവ. ആ പയ്യൻ അവൻ അമ്മാവൻ കുമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് കൂടി ഊക്കി വിട്ടായിരുന്നു. അത് നിനക്കെന്തിനു ചൊറിയുന്നേ? നിന്റെ ആരെങ്കിലും ആണ് ഈ അനിൽചന്ദ്രൻ? നിനക്ക് ചൊറിയുന്നുണ്ടല്ലോ, നല്ല ഓല അങ്ങ് ചൊറിയുന്നുണ്ടല്ലോ. നിന്റെ ഗ്യാങ്ങിലുള്ള അനിലണ്ണന് പരിക്ക് പറ്റിയപ്പം മുറിവുണക്കാവുന്നതാ നീ. അയ്യടാ, അമ്മാവ പറഞ്ഞ് കളിയാക്കിയുള്ള സംസാരം. ഈ അമ്മാവൻ എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളെയാണല്ലോ. അപ്പൊ ഇവന്റെ കൾച്ചർ ഇതാണ്. അവന്റെ വീട്ടിലുള്ള അമ്മയായാലും അമ്മയുടെ സഹോദരങ്ങളെ ആയാലും ബാക്കിയുള്ള ബന്ധുക്കളെ ആയാലും കാണുന്നത് ഈ ഒരു രീതിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അയ്യേ, എന്ത് ഊളത്തനമാടി നീ വിളിച്ചു പറയുന്നത്. വീട്ടിലുള്ളവരെ കാണുന്ന പോലെ ഈ കിഴങ്ങനെ കാണേണ്ടത്? ആ കിഴങ്ങനെ കാണേണ്ട അങ്ങനെയാണ്, അല്ലെ നിന്നെ കാണേണ്ട അങ്ങനെയാണ്? നീയൊക്കെ ആരതിന്? എവിടെയോ കിടന്ന് കുറെ ചീഞ്ഞളിഞ്ഞ കേസുകൾ നിന്നെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത 10 ആളിലേക്ക് എത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ടതല്ലാണ്ട് നീ ഇങ്ങനെ അളിഞ്ഞ് ഇരിക്കുന്നുണ്ടല്ലോ. ഓ, അവനെ അമ്മാവനെന്ന് പറഞ്ഞ് കളിയാക്കിയുണ്ടോ? ഈ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ആയിരിക്കും കളിയാക്കുന്നത് കാണുന്നതെന്ന്. എനിക്ക് ഉളുപ്പുണ്ടാ? അങ്ങനെയാണെങ്കിൽ നീ രേണുവിന്റെ മൂഡ് താങ്ങി നടക്കുന്നുണ്ടല്ലോ, നീ എല്ലാവരുടെയും മൂടും താങ്ങി നടക്കുന്നത്. എന്നിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ നിന്റെ വീട്ടിലുള്ള നീ എനിക്കെതിരെ സംസാരിക്കുന്ന പോലെയാണ് നിന്റെ വീട്ടിലുള്ളവർക്ക് നീ സംസാരിക്കുന്നത്. എനിക്ക് ഉളുപ്പുണ്ട്, ഏത് ബോധമുണ്ട്? ഈ പോടെ വിവരം സ്കൂളിൽ വരാത്ത പോലെ കണ്ടിട്ടില്ല. നീക്ക് എവിടെയായിട്ട് പഠിക്കാൻ പോയത്, പറഞ്ഞാൻ പോയത്? എന്ത് വർക്കൗട്ടാ ഇതൊക്കെ? ഇതിന് ചൊറഞ്ഞ് കിഴിഞ്ഞു വരണം എനിക്ക് എന്റെയൊക്കെ സംസാരം കേൾക്കും. വിവരവും ബോധം പൊക്കണമില്ല. അത് വായിത്തോ നീ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയും. ലവലേശം ആരെയും തിരിച്ചറിഞ്ഞൂടാ കോപ്പ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചെറുക്കന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കാറ്റഗറി പെട്ടതാണെന്നുള്ളത്. എന്താ നിന്നെക്കാളും എന്തുകൊണ്ടും 100ക്ക് 110% അവൻ ക്വാളിറ്റി ഉള്ളവനാ. നീയൊക്കെയാണ് ലെവലേശം ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു സാമാനം അടുത്തുടി പോയില്ലാത്ത നിലവാരമില്ലാത്ത എവിടെയൊക്കെ ചീഞ്ഞളിഞ്ഞ് നടന്ന ടീമുകളാണ്. ആ പോസ്റ്റ് ഞാൻ അവിടെ വായിക്കാം. ഈ അനിൽചന്ദ് വീഡിയോ ആയിട്ടല്ല കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് തോന്നി. മാത്രമല്ല റിയാക്ഷൻ അല്ല, നിനക്ക് ഇത് കണ്ടപ്പോ ഒന്ന് മൂഡ് താങ്ങണമെന്ന് തോന്നി. അങ്ങനെ മൂഡ് താങ്ങാവുന്നതാണ് നീ. 2 ചെറിയ പാർട്ടികളും ഉണ്ട്. അപ്പം മിണ്ടാതിരിക്കും തോറും ഇവൻ നമ്മുടെ അണ്ണാക്കിനകത്ത് കമ്പിട്ട് കുത്തി നമ്മളെ കൊണ്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഛർദ്ദിക്കുന്നത് നിനക്ക് നില്ല്. മിണ്ടാതിരിക്കുന്തോറും നമ്മുടെ അണ്ണാക്കിൽ അനിലണ്ണൻ നീ എപ്പോഴും നമ്മുടെ, നിങ്ങൾ ഒരുമിച്ചായ നിങ്ങളൊരു ഗ്യാങ്ങാ. നോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ല? ഇതെല്ലാം മൂഡ് താങ്ങി ടീമുകളാ. എനിക്ക് തെറി വരണ്ടേ വായില്? സീരിയസ്ലി മോശമനെ നീ വാരേണ്ടി വരും. ഓക്കെ, വായിച്ചേപ്പിച്ചേ. ഈ പയ്യൻ ഇന്നത്തെ വീഡിയോയിൽ എന്റെ പേര് വീണ്ടും പരാമർശിച്ചു. ഇനി റിപ്ലൈ ഞാൻ തരുമെന്ന് കരുതണ്ട. മോനെ, നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? അത് കറക്റ്റ് ചോദ്യമാണ്. 2-3 ദിവസം വെച്ച് ഇവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല. ഇല്ലേ, അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടോന്നും ഇല്ലെന്ന് നിനക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ബാക്കി പറഞ്ഞേ. കാണിക്കത്തില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ലെന്ന്. നീയൊക്കെ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടോ? നിനക്ക് ABCD അറിയാമോ? പോട്ടെ, മലയാളത്തിൽ നിനക്കറിയാമോ? എന്തെങ്കിലും തേങ്ങ നിനക്കറിയാമോ? നീക്ക് സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി നിനക്കൊക്കെ ഉണ്ടോ? ഇല്ല. നിന്റെ കൂട്ടുകാരി രണാസുന, അവക്ക് എന്തെങ്കിലും വിവരം ബോധം ഉണ്ടാ? ഇനി നീ ഈ പയ്യനെ പറയുന്നുണ്ടല്ലോ, ഞാൻ വരാം അതിലോട്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് സംസാരിക്കുള്ളത്. വാ. സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. സ്കൂളിന്റെ റെപ്യൂട്ടോസോ ബാധിക്കോ? എന്ത് റെപ്യൂട്ടോസോ? അത് പറയാൻ മതി, എന്നിട്ട് നീ കൊണയടിക്കാൻ മതി. കേട്ടാ? കണ്ട അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അതായത് കണ്ട അപരാധ വീഡിയോകൾ എടുക്കുക, കാണുക, സൂം ചെയ്യുക, അത് കണ്ടിട്ടാണല്ലോ റിയാക്ട് ചെയ്യുന്നത്.
അതായത് ഈ പയ്യനെ പറഞ്ഞേനെ, ഈ പയ്യൻ കണ്ട അപരാധം വീഡിയോകൾ. അപ്പൊ നീ തന്നെ സമ്മതിച്ചു നിന്റെയൊക്കെ വീഡിയോകൾ അപരാധം വീഡിയോ ആണെന്ന്. സമ്മതിച്ചാ നീയും നിന്റെ രേണുവും നിന്റെ മറ്റവനും ഒക്കെ കാണിക്കുന്നത് അപരാധ വീഡിയോ ആണെന്ന് നീയൊക്കെ തന്നെ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? ഇത്രയേ ഉള്ളൂ, തീർന്ന് ഇവിടെ ഫ്ലാറ്റ്. നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഫുൾ അപരാധ വീഡിയോ ആണെന്ന് ഇനി നീയൊക്കെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നിന്റെയൊക്കെ അപരാധ വീഡിയോകളും മറ്റേ വടയും എടുത്തു വെച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നീയൊക്കെ ഈ സമൂഹത്തിന് എന്ത് ക്വാളിറ്റിയുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്? നീയൊക്കെ എന്താണ് ഈ സമൂഹത്തിലേക്ക് പറയുന്നത്? കണ്ട അപരാധം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊച്ചു കുട്ടികളെ അടക്കം കാണിക്കുന്ന നീനെയൊക്കെ എന്ത് ചെയ്യണം? ഈ പയ്യൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഫീഡിൽ ഇത്തരം വീഡിയോസ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കൊച്ചു കുട്ടികളെ അടക്കം വഴിതെറ്റിക്കുകയാണ് നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് എന്ന് പറഞ്ഞതിൽ എന്ത് കള്ളമുണ്ടോ? സത്യമല്ലേ? കൊച്ചു കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ അടക്കം ഇത്തരം അപരാധം വീഡിയോകൾ വരുമ്പോൾ ആ കുട്ടികളടക്കം വഴികൾ തെറ്റിക്കുന്നത് നിന്റെയൊക്കെ ഈ അപരാധ വീഡിയോകളല്ലേ? ഈ രേണുസുതി പറയുന്ന ഓരോ ഡബിൾ മീനിങ്ങുകളും അതുപോലെ അവളുടെ മറ്റേടുത്ത കുറെ കൊണാണ്ടർ വീഡിയോകളും ഇത്തരം വീഡിയോകളും മറ്റേ ബാറി കിടന്നുള്ള കളിയും മറ്റേ ഷാപ്പി കിടന്നുള്ള കളിയും മറ്റവന്മാരെടുത്തിട്ട് ഉരുട്ടുന്നതും ഇത്തരം അപരാധം വീഡിയോകൾ കൊച്ചുകുട്ടികളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീഡുകളിൽ അടക്കം വരുന്നു എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കണം. അതിനെതിരെ നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ അപരാധം വീഡിയോകളെ എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്ത ഒരു കൊച്ചു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ മൈൻഡ് സെറ്റിലുള്ള രീതിയിൽ അവൻ കൃത്യമായിട്ട് പ്രതികരിച്ചു. എന്നാൽ ഇത്തരം അപരാധം വീഡിയോകൾ കൊച്ചുകുട്ടികളുടെ ഫീഡിൽ അടക്കം വരുന്നു എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാണ്ട്, ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ലാണ്ട് നീയൊക്കെ കാണിക്കുന്ന അപരാധങ്ങൾ, രേണു കാണിക്കുന്ന അപരാധങ്ങളെ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് അപരാധികളായ നീയൊക്കെ എന്താണ് കാണിക്കുന്ന? എന്ത് ക്വാളിറ്റിയാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? നീ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെയൊക്കെ അപരാധികളെന്ന് വിളിച്ചത് നിനക്ക് എന്തോ വലിയ പ്രശ്നമായെന്ന്. നീ ഇപ്പൊ പറഞ്ഞ എന്താ? കണ്ട അപരാധ വീഡിയോകൾ. അപ്പൊ രേണുവിന്റെ വീഡിയോ, നിന്റെ വീഡിയോ, മറ്റവന്റെ വീഡിയോ അപരാധ വീഡിയോ ആണെന്ന് നീ തന്നെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എക്സ്പോർട്ട്. ഇത്തരം അപരാധികളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് തന്നെ പറയും. അപരാധി എന്ന് ഞാൻ പറയുമ്പോൾ ഇവള് മറ്റേ അർത്ഥത്തിൽ എടുത്ത് വെച്ച് പിടിക്കും. ഏത് മറ്റേ അർത്ഥം? അതിന്റെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. 15-16 വയസ്സുള്ള ചെറുക്കനുള്ള ബോധവും വിവരം പോലും ഇത്രയും മുതുക്കികളായ മുതുക്കന്മാരെ നിനക്കൊക്കെ ഇല്ലെന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. മനസ്സിലായോ? ആ പയ്യന് +1 +2 പഠിക്കുന്ന ആളായാലും 10-ലായാലും 9-ലായാലും 8-ലായാലും 7-ലായാലും 5-ലായാലും ഏത് ക്ലാസ്സിലായാലും അവനുള്ള ബോധവും വിവരവും പോലും നിനക്കൊക്കെ ഇല്ല എന്നതാണ് ഇവിടുത്തെ മറ്റൊരു വാസ്തവം. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആയാലും ഇവൻ വട കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു, ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. നിന്റെയൊക്കെ മറ്റവളുമാരും നിന്റെയൊക്കെ കൂട്ടുകാരികളും നീയൊക്കെ ഈ വടയും ക്ലീവേജും എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ട്. കാരണം അവർ നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ടല്ലേ ശരീരം വിൽക്കാൻ പോകുന്നത്. മനസ്സിലായ? അവരവരുടേതായ രീതിയിൽ ആരും അറിയേണ്ട ശരീരം വിറ്റ് ജീവിക്കുന്നുണ്ട്. പക്ഷേ നീയൊക്കെ കാണിക്കുന്ന എന്താ? നാട്ടുകാർ ശരീരം കാണിച്ചും ക്ലീവേജ് കാണിച്ചും വട കാണിച്ചും ജീവിക്കുന്നു. അത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടക്കം വരുമെന്നുള്ളൊരു കാര്യം 100% ഞാൻ മുന്നേ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. നിന്റെയൊക്കെ അപരാധ വീഡിയോകൾ കുട്ടികളടക്കം കണ്ട് വഴിതെറ്റുമെന്ന്. അപ്പം നീയൊക്കെ വിശ്വസിക്കത്തില്ല. അവൻ വഴിതെറ്റില്ല, അവന് കുറച്ച് വിവരം ബോധം കൂടുതലുണ്ട്. അവൻ പഠിച്ചതും അവന്റെ വീട്ടുകാരുടെ ക്വാളിറ്റി ആയിരിക്കും അവന് ഇത്രയും നല്ലൊരു നോളജ് ഉള്ളത്. മനസ്സിലായ? അത് അവന്റെ ഒരു ക്വാളിറ്റിയാണ്. അവന്റെ വീട്ടുകാർ അവനെ വളർത്തിയതിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ നീയൊക്കെ ആലോചിക്കണം, നീയൊക്കെ കാണിക്കുന്ന ഈ വടയും ക്ലീവേജും കുട്ടികളെ അടക്കം വഴിതെറ്റിക്കും, അല്ലെങ്കിൽ കുട്ടികളടക്കം ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നീയൊക്കെ പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് പേക്കൂത്തുകളും അപരാധങ്ങളും കാണിക്കുമ്പോൾ വളർന്നു വരുന്ന സമൂഹത്തിനെ അടക്കം അത് ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് ഞാൻ നെക്സ്റ്റ് അവന്റെ പേര് മറന്നല്ലോ, നെക്സ്റ്റ് എന്ന് പറയുന്ന ആ പയ്യന്റെ കാര്യം പോട്ട് വിട്. അവനിതൊക്കെ കണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏത് രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് ഉറപ്പായിട്ട് അവനെ അറിയാം. പക്ഷേ ഇത് കണ്ടിട്ട് അവനേക്കാളും ഏജ് കുറവായിട്ടുള്ള കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. നാളെ അവരും ഇതേ ഒരു വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ളതിനെ തടയാൻ പറ്റുമോ? നീക്ക് എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? നാണം ഉണ്ടോ നിനക്കൊക്കെ? പറക്കമേ. അവൻ മൂന്നാമത് ബാക്കിൽ കൂടി ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്, പോയി പൊത്തിപ്പിടി. എന്തു പാടി? നീയൊക്കെ ഈ അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന കുഴപ്പമില്ല. അവൻ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം. എന്നാൽ നിന്നെ പോലെ അല്ല കേട്ടോ. അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം. നല്ലൊരു പയ്യനാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പയ്യനാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അവനോട് സംസാരിച്ചിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിന്നെയൊക്കെ പോലുള്ള നിലവാരമില്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ വൃത്തികെട്ട ജന്തു അല്ലാതെ അത് ആദ്യം മനസ്സിലാക്കുക. തൊട്ടടുത്തിരിക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെ കാണണമെന്ന് അവനറിയാം. നീയൊക്കെ ഇനിയിപ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കണ്ട. നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അപരാധം പറ്റുമെങ്കിൽ ഒന്ന് നിർത്ത്. കുട്ടികളടക്കം വഴിതെറ്റിക്കാണ്ട്
എന്നിട്ട് വന്നിരുന്ന് കൊണയടിക്കുന്നു. കുട്ടികളാ ആ ചേച്ചികളെ ഞാൻ കണ്ടു, ഇവരെ വട ഒന്ന് കണ്ടാ കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ. നാണം ഉണ്ടായി നിനക്ക്? ഒരു കൊച്ചു പയ്യനെ നോക്കിയിട്ട് അവൻ എങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ടെന്ന് പറയും. നിനക്കെതിരെ അവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ മറ്റേ ഇങ്ങനെ മൂത്രം കുടിക്കേണ്ട അവസ്ഥ തന്നെ കൊണ്ടാവും. അവൻ കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ ഏജിലുള്ള പയ്യനാണ്, മനസ്സിലായ? നീ മുക്കറിയിട്ട് കാണാൻ മൂക്കും. തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ അവൻ മോശമായിട്ട് കണ്ടെന്ന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടായി? നീ കൊണയടിക്കണ കയറിയിരുന്ന്. നിനക്ക് പറ്റുമെങ്കിൽ നീ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടു, എനിക്കൊരു കോപ്പുമില്ല. സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും. ഒരു വീഡിയോ കാണുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ സൂം ചെയ്തും എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. നീ അപ്പം ഓരോ വീഡിയോ സൂം ചെയ്ത് നോക്കിയിട്ടാ ചെയ്യുന്ന? കൊള്ളാല്ലേ? നീ അങ്ങനെയാടി, നീ വീഡിയോ സൂം ചെയ്ത് നോക്കിയിട്ടാ കാണുന്നത്? അത് കൊള്ളാല്ല, അത് പുതിയ അറിവാണല്ലോ. നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ സൂം, നീ റിയാക്ഷൻ വീഡിയോ അല്ലല്ലോ പറയുമ്പോ പോലെ മൂഡ് താങ്ങി വീഡിയോസ് അല്ലേ? പറ. നീ അവന്റെ തന്തയും തള്ളയും പറയും മുമ്പേ നിന്റെ തന്തയും തള്ളയും പറ്റിയിട്ട് നീ ഒന്ന് ആലോചിക്കും. ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയിട്ടിട്ട് ഒരു ഗുണവും ഇല്ലാതെ വല്ലവളെ മൂട് താങ്ങി നടന്ന് വല്ലവർക്കും മറ്റേ ചവരം ചെയ്ത് കൊടുത്ത് അവളെയും പിടിച്ച് മൂട് താങ്ങി നടന്ന് ഇങ്ങനെ കിടന്ന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മുക്കറിയിടുമ്പോൾ നിന്റെ തള്ളയും തന്തയും പറ്റിയിട്ട് നീ ആദ്യം ഒന്ന് ആലോചിക്കേട്ടോ. ആ കൊച്ചു പയ്യൻ നിന്റെ അവിടെ എന്ത് ചെയ്തര്? വേറൊരു തന്നെ താങ്ങിയപ്പോ എടുത്തിട്ട് ഉടുത്ത് വിട്ടപ്പോ നിനക്കെന്തിനു കൊള്ളുന്നു? അവൻ നിന്റെ ആര്? മോനെ നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിന്റെ സ്കൂൾ ആദ്യമത്തെ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന നീ നിന്റെ സഹപ്രവർത്തകരെ പോലും അവരുടെ അറിവില്ലാതെ ഉൾപ്പെടുത്താൻ മടിക്കില്ലല്ലോ. സത്യം. പോലീസ് ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, ഹാബിറ്റൽ ഒഫൻഡർ. ഇങ്ങനെയുള്ളവരെ നീ കാണിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഒരു അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ നീ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന അവന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ അവൻ വട കാണണം എന്ന് പറഞ്ഞും കൊണ്ടുള്ള രീതിയിൽ ആ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ വളരെ മോശമായ രീതിയിലാണ് നീ ചിത്രീകരിച്ചിട്ടുള്ളത്. അവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ പെട്ടു, നീ മുക്കറിട്ട് മുള്ളും കടന്നു. ഉള്ള കാര്യം പറയാം. നീ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്താലോ ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുത്താലോ പോലെ അല്ല കേട്ടാ. അതുകൊണ്ട് സൂക്ഷിക്കും. പോലീസ് കൃത്യമായി മോണിറ്റർ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനം നമ്മുടെ സൈബർ സെല്ലിൽ ഗവൺമെന്റ്. എന്ത് തേങ്ങയാടി വിളിച്ചു പറയുന്നത്? അവന്റെ വീഡിയോ കണ്ടില്ലേ നീ? നിന്നെയൊക്കെ പോലെയുള്ള അപരാധികൾ അപരാധം കാണിക്കുന്നതിനെ വലിച്ചീര് ഒട്ടിക്കുന്നു. അത് തന്നെയാണ് അവന് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി റാഷ് ആൻഡ് റൗഡായിട്ട് അങ്ങോട്ട് പെരുമാറും, വലിച്ചു കയറി ഒട്ടിക്കും. അവനത് സർക്കാസിക്കായിട്ട് ഒട്ടിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. സെക്ഷനിൽ നിലവിലുണ്ട്. അവരൊക്കെ നിന്നെ കിട്ടിയാൽ നീ ഒന്ന് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം പൊക്കുന്നത് സമൂഹത്തിൽ ശ്രദ്ധിച്ച് നോക്കി കാണേണ്ടവരാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ആരുമായി ഇടപെടുന്നു എന്ന് പരിശോധിക്കുക. ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളോട് ബന്ധം അപകടം നൽകും. അമ്മമാരും സഹോദരിമാരും 5-16 വയസ്സുള്ള കുട്ടികൾ കാണുമല്ലോ. എന്തേ നീ ഒക്കെ ഫോൺ കൊടുത്തിട്ട് മോനെ കണ്ട അപരാധ വീഡിയോകൾ സെർച്ച് ചെയ്ത് അത് സൂം ചെയ്ത് നീ കണ്ടു ആസ്വദിച്ചതിന് ശേഷം ഇതിന്റെ റിയാക്ഷൻ. എടി നിനക്ക് ഉൾപ്പുണ്ടാടി പണം കടയാടി മോളെ. നീ പറയുന്നുണ്ടല്ലോ ഈ കൊച്ചു പിള്ളേർ ഫോണിൽ എടുക്കുന്നു സൂം ചെയ്യുന്നു അത് ഇതെന്ന് നീ പറയുന്നുണ്ടല്ലോ. നിന്റെയൊക്കെ മറ്റോള് നീയൊക്കെ ചേർന്നിട്ട് ഈ അപരാധ വീഡിയോകള് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ അടക്കം ഇത് കയ്യിലെത്തും എന്നുള്ളൊരു കാര്യം നീയൊക്കെ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായ? നീയൊക്കെ മറ്റേ മാർജം വീഡിയോകൾ ഇടുന്നതല്ല പ്രശ്നം, അവർ കാണുന്നതാണ് പ്രശ്നം. കുട്ടികളടക്കം ഈ വീഡിയോകൾ കാണുമെന്നുള്ളൊരു കാര്യം സാമാന്യ ബോധം വെച്ച് ആദ്യം ചിന്തിക്കാൻ പഠിക്കുക. വളർന്നു വരുന്ന തലമുറ അടക്കം വഴിതെറ്റിക്കുകയാണ് നീ നിന്റെ കൂട്ടാളികളും നീയൊക്കെ മൂട് താങ്ങി നടക്കുന്നവളുമാരും കൂടിയൊക്കെ ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായിട്ട് നാണവും മാനവും ഉളുപ്പില്ലാത്ത നീയൊക്കെ പറ്റുമെന്നൊന്ന് പ്രതികരിക്കും. അവളെ ഈ അറുതി വരുത്തിയ ഈ വീഡിയോകൾ ഇടുന്നത് നിർത്താൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് നിർത്തിക്ക്. അല്ലാണ്ട് വന്നിരുന്നിട്ട് കൊണയല്ല അടിക്കേണ്ടത് കേട്ടാ. എടി നാണം ഉണ്ടായിരുന്നു നിനക്ക് ഇത് വന്നിരുന്നു പറഞ്ഞു. നീ എന്ത് വിവരക്കേടായി വിളിച്ച് പറയുന്നത്? നിനക്ക് ബോധം ഉളുപ്പുണ്ടോ? കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടികൾക്ക് പഠിക്കണമെങ്കിലും ഇതിനൊക്കെ ഫോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇരിക്കണം. അല്ലാണ്ട് കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് സ്വന്തമായിട്ട് വിടണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പയ്യനെ വിളിച്ച സമയത്ത് ഇവന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവനെ വിളിച്ച സമയത്ത് ഇവന്റെ അച്ഛനാണ് കോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിന് അല്ല വേറൊരു കേസിന്. അപ്പോൾ ഇവന്റെ അച്ഛനാണ് ഫോൺ എടുത്തിട്ടുള്ളത്. മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കണം. എന്തായാലും ആ മാതാപിതാക്കൾ ഇവന് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇനി അവന്റെ വീഡിയോസിൽ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടവും കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവനെ വിമർശിച്ചു തന്നെ. പക്ഷെ അങ്ങനെയല്ല. ഒരു അണ്ടർ ഏജിലുള്ള കുട്ടി, ഓക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന്റെ പക്വതയ്ക്ക് അപ്പുറം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് ക്വാളിറ്റിയാണ് ആ ചെറുക്കനുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഭയങ്കര ക്വാളിറ്റിയാണ്.
ഭയങ്കര കഴിവാണുള്ളത്. നിന്നെയൊക്കെ പോലുള്ള കാട്ട് മൊണ്ണത്തനമല്ല അവൻ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ നീ പറയുന്നുണ്ടല്ലോ കുട്ടികൾക്ക് ഫോൺ കൊടുത്തു. നീയൊക്കെ എന്തിനാടി അവരാതെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വിടുന്നത്? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയുന്ന നിന്റെയൊക്കെ ആർതി പൊലവളി വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വിടുന്നു, എന്നിട്ട് കുട്ടികൾക്ക് കുറ്റവും. ഇവളെ പൊറ്റ കുണ കാക്ക കാലി പറഞ്ഞു അടിച്ചു വിടും. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തോരം കമന്ററിയുടെ അവർക്ക് ചെറുക്കാൻ മോനെ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കുടിക്കുന്നതും അലവരാതി പെണ്ണുങ്ങളുടെ വായിൽ നിന്നുള്ള സംസാരങ്ങൾ കേട്ട് സൂചിക്കാനും അടിച്ചു വിട്ടേക്കുവാണ്. ഞാനും അതാണ് ആലോചിക്കും, ഇവന്റെ സ്കൂൾ ടീച്ചേഴ്സ് ഇത് കാണുന്നില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇവന്റെ സ്കൂൾ ഞങ്ങൾ കണ്ടുപിടിക്കും, നേരിട്ട് പ്രിൻസിപ്പാൾ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കും. ഇവന്റെ പേജെടുത്ത് ചെയ്തോട്ടെ, ഇതൊക്കെ സ്മാർട്ടാണ്, പക്ഷെ ഓവർ സ്മാർട്ട് പാടില്ല. അതായത് ഇവന്റെ ഈ പ്രായത്തിലുള്ള വീഡിയോസുകൾ അവരിടാം, അവർ പ്രതികരിക്കാം, അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യാം, അവർ എങ്കോ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവരെ ആക്ഷേപിച്ച് കണ്ടവന്മാരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാക്കലുണ്ടല്ലേ, ഉണ്ടാക്കലേ. നീയൊക്കെ ഏതറ്റം വരെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നീ പോ. എന്ത് തേങ്ങ വന്നാലും ആ പയ്യൻ്റെ കൂടെ ഞാൻ കാണും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും. മനസ്സിലായ? നീ ചെയ്യാൻ പറ്റണതിൻ്റെ അങ്ങ് അറ്റം അങ്ങോട്ട് ചെയ്യും, നമുക്ക് നോക്കാം. ആ പയ്യൻ്റെ വീഡിയോ നിർത്താൻ പറ്റുമോ നിർത്താൻ പറ്റൂല എന്ന് ഞാൻ കാണിച്ചു തരാം. നീ ചെയ്യാൻ പറ്റണതിൻ്റെ ഏറ്റവും അറ്റത്ത് നീ ഉണ്ടാക്കാം, ബാക്കി നമുക്ക് നോക്കാം. നീ അങ്ങ് ഉണ്ടാക്കാൻ പറ്റണതിൻ്റെ ഏതറ്റം വരെ എന്ന് വെച്ചാൽ നീ ഉണ്ടാക്കാം, എനിക്കൊന്ന് കാണാം. നിനക്ക് എന്ത് തേങ്ങ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കാണാം. നീ ആര്? നിന്റെ വിചാരം എന്താ? നീ ആരെന്നാ നിന്റെ വിചാരം? നീ എന്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്, നീ ആ പയ്യനായിട്ട് എന്ത് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്നും ആദ്യം ചെയ്ത് കാണിക്കും. നീ ഇപ്പം അങ്ങ് ഉണ്ടാക്കിക്കില്ല, ഒലത്ത് നീ നിന്നെപ്പോലുള്ള തള്ളയുണ്ടെങ്കിൽ ഒരു മക്കൾക്ക് അപമാനമാണ്. കാരണം നിന്നെയൊക്കെ പോലുള്ള വൃത്തികെട്ട തള്ളമാര്. കാരണം ഈ എവളെങ്കിലും മൂടും താങ്ങി നടന്ന് നാട്ടുകാരുടെ തള്ളയ്ക്ക് വിളി കിട്ടിയാലും കുഴപ്പമില്ല, മക്കൾക്ക് കൊണ്ടിട്ട് തിന്നാൻ കൊടുക്കണമെന്ന് പറയുന്നത് നിന്നെയൊക്കെ പോലെയുള്ള മോളുകൾ എന്നാ പച്ച തെറികളായിട്ട് വായിൽ വരുന്നത്. ആദ്യം നിന്റെയൊക്കെ മക്കളെ അവസ്ഥയാണ് ഗതികേട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ സംഭവം എന്താണ്, ഇവളെയൊക്കെ വലിച്ചു കയറി ആ പയ്യൻ ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ചൊരുക്കാണ് കാണിക്കുന്നത്. കാരണം നാട്ടുകാരുടെ സപ്പോർട്ട് ആ പയ്യന് നല്ലോണം ഉണ്ട്. ഇവക്കൊക്കെ ശേഷം വന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അവന് മാരക സപ്പോർട്ട്. ഇവളൊക്കെയാണെങ്കിൽ മൂഞ്ചി കുത്തിയിരിക്കുന്നു, അല്ലാണ്ട് ഒരു തേങ്ങ നടക്കുന്നില്ല. മനസ്സിലായ? അതിൻ്റെ ചൊരുക്കാണ് കാണിക്കുന്നത്. അത് മറ്റോളം മൂടുന്നാക്കി നടന്നപ്പോൾ ആലോചിക്കണം. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ആ പേരിൽ തന്നെ നീയൊക്കെ അറിയപ്പെടാൻ പോകുന്നത്. ഇനി വന്നിട്ട് അവൾക്കെതിരെ സംസാരിച്ചെന്ന് വെച്ച് നിന്നെയൊക്കെ പിടിച്ച് വാഴ്ത്തുമെന്ന് നീയൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. നിന്റെയൊക്കെ ഉള്ളിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ കുനിഞ്ഞ് അങ്ങ് ഇരുന്നാൽ മതി. ഇനി അങ്ങ് ഇരിക്കുക, കേട്ടാ? അനങ്ങരുത്. ഒരു വീഡിയോ 10 പ്രാവശ്യം കണ്ടാലേ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതാര് പറഞ്ഞു? എനിക്കൊക്കെ ഒരു പ്രാവശ്യം, ഞാൻ ചിലതൊക്കെ ലൈവായിട്ടിരുന്ന് കണ്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് അത്രയും മതി. അത് നിനക്ക് 10 പ്രാവശ്യം കൂത്തിയിരുന്ന് കണ്ടാലും ഒരു കുണയും മനസ്സിലാവാതെ കയറിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായ? നമുക്കൊക്കെ ഞാനൊക്കെ മിക്കത് ഈ രേണുവിൻ്റെ കേസൊക്കെ മിക്കതും ചിലതൊക്കെ ആൾക്കാർ അയച്ചേരും ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സ്പോട്ടിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ഞാൻ കാണുന്നത്. എങ്കിലും എനിക്ക് സാധനം നമുക്ക് അതാണ് നമ്മുടെ കഴിവ്. അല്ലാണ്ട് നിന്നെ പോലെ 40 പ്രാവശ്യം ഇരുന്ന് കാണേണ്ട കാര്യവും നമുക്കില്ല. പിന്നെ ആ പയ്യൻ ഉള്ളതിൽ നല്ല ക്വാളിറ്റിയുള്ള പയ്യനാണ്. എന്നാലും നിന്നെ പോലെ അല്ല, കേട്ടാ? നിന്നെപ്പോലെ ഒരു ആ പയ്യൻ്റെ അപ്പനും അമ്മയ്ക്ക് അഭിമാനിക്കാം. കാരണം നല്ലൊരു ടാലൻ്റുള്ള പയ്യനാണ് അവൻ. മനസ്സിലായോ? നിനക്കൊക്കെ അതിൻ്റെ ചൊരുക്കാണ് നീയൊക്കെ കാണിക്കുന്നത്. പിന്നെ അവൻ്റെ സ്കൂൾ കണ്ടുപിടിച്ച് നീ അങ്ങ് ഉണ്ടാക്കിക്കളയെന്ന് പറയുന്നുണ്ടല്ലോ, നീ ഉണ്ടാക്കടി. ഏതറ്റം വരെ പോയിട്ടാലും എന്ത് തേങ്ങ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ കൂടെ ഞാൻ കാണാം. മനസ്സിലായോ? ഈ കേസിൽ ഞാൻ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ വേറെ ഏത് കേസ് പോലെയല്ല ഈ കേസിൽ. ഇതെൻ്റെ ഒരു വാശിയാണ്. എന്ത് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ വയ്ക്കും. പിന്നെ 6 വയസ്സോളം ആണല്ല, പിന്നെ പെണ്ണ. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? നീ ആണിനാണെന്നല്ലാതെ പിന്നെ എന്ത് തേങ്ങയെന്ന് പറയുന്നത്? നിനക്ക് വിവരമില്ലേടി? നീ വരാന്ത പോലും കണ്ടിട്ടില്ലേ സ്കൂളിന്റെ? വികാര വിചാരം എടി, നിനക്ക് നാണം ഉണ്ടാടി നിനക്ക്? നീ വികാരമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നു. ഇത്രയും വിവരമില്ലാത്തവളാണ് നീ. ഒരു പയ്യനെ
അതും അൺറേജിലുള്ള ഒരു പയ്യനെ നീ ഇൻസൾട്ട് ചെയ്ത് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് നിനക്കെതിരെ പോക്സോ വകുപ്പാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാം. സമാധാനമില്ല എനിക്ക്. നീ ആ പയ്യനേരെ എന്തെങ്കിലും ചെയ്ത് എൻ്റെ പൊന്നുമോളെ ഏത് അറ്റം വരെ പോയിട്ടാലും ഞാൻ നിൽക്കും എൻ്റെ കൂടെ കേട്ടാ. ആര് നിന്നാലും ഇല്ലെങ്കിൽ അവളെ ഇറങ്ങിയിരിക്കണം. മറ്റേ അടുത്ത ഡയലോഗ് അടിച്ചുകൊണ്ട്. നിനക്ക് നാണുണ്ടാ ആ പയ്യൻ നോക്കിയിട്ട് വികാര വിചാരങ്ങളുടെ കേസ് പറയാനായിട്ട്? കൊച്ചു പയ്യൻ്റെ അടുത്ത് ഉളുപ്പുണ്ടാടി നിനക്ക്? നിനക്ക് അതിൻ്റെ ആയിരിക്കും കടി. അച്ചുട്ടോ, നീ അത്രയ്ക്ക് സിംപ്ലിസിറ്റി ആയിരുന്നു മെയിൻ. 22 വയസ്സുള്ള കുഞ്ഞോ. നീ ഒരു കാര്യം നടത്തും. ഈ രേണുവിനൊരു മോനുണ്ട്, ഒരു കൊച്ചു പയ്യൻ, അറിയോ? സ്വന്തം ചോരയിൽ പിറന്ന മോൻ. ആ മോൻ ഈ അപരാധങ്ങൾ കണ്ട്, സ്വന്തം തള്ളേരെ അപരാധങ്ങൾ കണ്ട് ഈ സൊസൈറ്റിയിൽ വളരുന്നുണ്ട്. അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പറയാനുണ്ടോ? നീ അവളുടെ അപരാധങ്ങൾ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മോളാണ്. ആ മോളാണ് നീ. ആ അപരാധങ്ങൾ നിർത്താനും അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കുറപ്പം നട്ടലിനൊപ്പം നിനക്കൊണ്ടാ. നീ പ്രതികരിക്കത്തില്ല, മൂട് താങ്ങി നടക്കും. എന്നിട്ട് പറയും എൻ്റെ കൂട്ടുകാർ തെറ്റ് കണ്ടാലും ഞാൻ തെറ്റ് പറയാം. കോപ്പാണ് നീ, കോപ്പിച്ച് പൊടി. നിന്റെ ഈ കോണച്ച വീഡിയോക്ക് ഞാൻ പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പ്രതികരിച്ചില്ലെങ്കിൽ സമാനം കിട്ടത്തില്ല. ഓരോ കാട്ടപരാധികൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതിനാണ് അവനെടുത്ത് റിയാക്ട് ചെയ്തത്. ഈ കാട്ടപരാധികൾ കാണിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളതൊന്നും കാണത്തില്ല. എനിക്കോ ഈ അപരാധങ്ങളും മറ്റത് മറിച്ചതൊക്കെ എടുത്തിട്ട് ഇവളുമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്മാർട്ട് നല്ലതാണ്. മക്കൾക്ക് സ്മാർട്ട് വേണം, പക്ഷെ ഓവർ സ്മാർട്ട് ആണ്. ഇത് ഓവർ സ്മാർട്ട് മാത്രമല്ല, അതിനപ്പുറം കടന്നു പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് മോനെ പറഞ്ഞ് മനസ്സിലാക്കാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുക, വീടിന്റെ കാണുന്ന കാര്യം പിഴച്ചു പോകുക, എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെ കുറിച്ച് പറയുന്നോ എന്ന് ആദ്യം ആലോചിച്ചിട്ട് പറയണം. അങ്ങനെ അല്ലെങ്കിൽ ചെറുത വരുന്നൊന്നും നോക്കത്തില്ല. ഇത്രയും നാൾ ഞാൻ എന്റെ മക്കളുടെ ഏജിൽ കണ്ട് എന്റെ മക്കളെ താരതമ്യം ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ പോലും ഇടാൻ പഠിച്ചത്. നീ ആരാടാ? നീ ആരാ മോനെ? നീ ആരാ? നിനക്ക് സപ്പോർട്ടായിട്ട് കുറെ അപരാധ ബ്ലോഗേഴ്സ് ഉള്ളതാണ് നിന്റെ ധൈര്യം. പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മയാണ് നിന്റെ ധൈര്യം. നീയൊക്കെ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കി സ്വന്തം മക്കളെ ഊട്ടിയാലും മതിയെന്ന് നീയൊക്കെ ആലോചിക്കുന്നില്ല. വല്ലവളെ മൂടും താങ്ങി നടന്ന അപരാധ വീഡിയോകൾ എടുത്ത് അപരാധിച്ച് നടക്കുന്ന നിനക്കൊക്കെ ആ പയ്യനൊരു വീഡിയോ തന്നെ ഓഹോ കൊള്ളാം, സൂപ്പർ, സബാഷ്, ഇഷ്ടപ്പെട്ടു, ബാ അടുത്ത് ബാ. ചൊറിഞ്ഞു പോരണം എനിക്ക്. നല്ല കാര്യമാണ്. സ്മാർട്ട് നല്ലതാണ്. ഓവർ സ്മാർട്ട് ആവാതിരിക്കുക. ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാതെ ചെയ്യാതിരിക്കുക. അപ്പൊ കുറെ ഒരുപട്ടി അമ്മമാരെ അപ്പച്ചമാരെ വന്നു നോക്കും. അപ്പൊ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്, സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഒരു വീഡിയോ അല്ല, അതേപോലെ വീഡിയോ ഒക്കെ പ്രതികരിക്കാത്തത് ഇത്രത്തോളം വരില്ലല്ലോ അത്. പക്ഷെ എന്തുകൊണ്ട് രേണു എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റീച്ചാണ്. അത് തന്നെയാണ് കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ പാവങ്ങൾ മൊത്തം ആ തെറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ ഇല്ലാതെ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആൾക്കാരാണ് അന്നപൂർണേശ്വരിയായിട്ട് രേണു സുധി വെച്ചിരിക്കുന്നത്. ഇപ്പൊ വരെ പറയാം കമന്റുകൾ രേണു സുധി വെളുപ്പിക്കുന്ന ഒരു വെളുപ്പിലും ഒരു കറബിയിലും. നീ രേണുസൂതിരെ മൂടും താങ്ങി നടക്കണം എന്ന് വെച്ചേച്ച് നമുക്കത് പറ്റത്തില്ല. പിന്നെ കണ്ടന്റ് ചെയ്യും, രേണുസൂതി ചെയ്യും, എല്ലാ കണ്ടന്റും ചെയ്യും. നീ രേണുസൂതിരെ മാത്രം മൂടും താങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അത് പാടി ഒന്ന്. പിന്നെ നീ ആ പയ്യന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞ് നിന്റെ അപ്പനും അമ്മയും പറഞ്ഞാൽ നിനക്ക് വിഷമം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഞാൻ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാത്തത് നീ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടില്ല. പിന്നെ അവൻ്റെ മാന്യത വെച്ച് അവൻ വിളിക്കൂല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ പൂരത്തെറി വിളിച്ചാണ്. ഉള്ള കാര്യം പറയാമല്ല, വെറുതെ വിടൂല്ല. എന്നെ വിളിച്ചാൽ ഞാനും വിളിക്കും, അതത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കണ്ണിൽ പെടാതെ പോട്ടെ. നീ പോ. കണ്ടത് പറഞ്ഞിരിക്കും, മനസ്സിലായ? എന്തായാലും ഈ ചെറുതെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ഈ ഏജിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഫോൺ കൊടുക്കൂ, അവരാണ് വീഡിയോകൾ കാണുക. എടി ഫോൺ കൊടുക്കുന്നതിനെ കുറിച്ച് നീയൊക്കെ പറയുന്നുണ്ടല്ലോ, നീയൊക്കെ അവരത് കാണിക്കുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലേ? എനിക്ക് പോടി, നിന്റെ കുണ കേട്ടാൽ എനിക്ക് പെരുത്ത് കയറണം. എനിക്ക് സത്യം പറയാലോ, ഉള്ളം കാലിൽ നിന്ന് എനിക്ക് ധരിച്ച് കയറുകയാണ്. എൻ്റെ വായിലാണ് പച്ചത്തെറി കുറഞ്ഞ് എനിക്കൊന്നും നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടില്ല. അത്രയ്ക്ക് കലിപ്പ് വരെയാണ് നിന്റെ വീഡിയോ കാണുന്ന സമയത്ത്. സീരിയസ്ലി ഞാൻ പറയാം, സീരിയസ്ലി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ, നിങ്ങൾ ജനങ്ങൾ പറ. ആ പയ്യൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ല ടാലൻ്റ് ഉള്ള ഒരു പയ്യനാണ്. അത്രയും ക്വാളിറ്റി അവനുണ്ട്. ഇവളുമാരുടെ പേക്കൂത്തുകളെ വലിച്ചു കീറി നാലായിട്ടാണ് അവൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നല്ല വിഷമം ഇവളുമാർക്കുണ്ട്, അതാണ് സത്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആണ്. ബൈ.